എന്നെ മനസ്സിലായോ? ഞാനാണ് അവിടെ ക്ലാസ് എടുത്ത മനുഷ്യൻ. ആരാന്ന് നിങ്ങളെ എന്ത് നോക്കി അവിടെ ഇരുന്നിരുന്നത്? തടസ്സങ്ങൾ, നമ്മളെ പുറകോട്ട് വലിക്കുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ്? പറയ പ്രിയപ്പെട്ടവരെ, പറയൂ. എന്തൊക്കെ തടസ്സങ്ങളുണ്ട്? മടി, പേടി, നടക്കില്ല എന്നുള്ള ചിന്ത, ഞാൻ തന്നെ ഇത് ചെയ്യണോ, മഴയാ മഴ എന്നാ പറഞ്ഞേ. മഴയത്ത് പുറത്തിറങ്ങാനുള്ള മടി. ഓക്കെ. മാനം കറുത്താൽ അതെന്താ, മയിലോ? നമ്മൾ മാനം കറുത്തിട്ട് പുറത്തിറങ്ങാൻ, നമ്മൾ മനുഷ്യന്മാരല്ലേ, വണ്ടിയൊക്കെ ഇല്ലേ? പിന്നെ ആളുകളോടുള്ള സമീപനം, ആളുകൾ നമ്മളങ്ങനെ ബുദ്ധിമുട്ടായിക്കോട്ടെ. ഈ ഫേസാണ് നമ്മുടെ വിസിറ്റിംഗ് കാർഡ്. ഇത് കണ്ടിട്ട് ആൾക്കാർക്ക് മനസ്സിലാവും. ഞാൻ പറയാം, വിസിബിലിറ്റി കൂട്ടണം. മടി ഉണ്ടാവും. ചെറിയൊരു ഗ്യാപ്പ് തരാൻ വല്ല അവസ്ഥയുണ്ടോ? ചെറിയൊരു ഗ്യാപ്പ്. ഓക്കെ. എന്തെങ്കിലും അവസ്ഥയിലൊന്നും ഇങ്ങനെ സൈഡ് വയ്ക്കുക, പറ്റുന്നത്ര ഒന്നും അങ്ങോട്ട് പോട്ടെ. ആ സ്ത്രീ അവിടുന്ന് പോയാൽ തന്നെ ആ പ്രദേശം സമാധാനത്തില്ല. വായോ, ഫ്രണ്ടിൽ വന്നിരുന്നു. മേഡം അവിടെ ഇരുന്നു. കുഴപ്പമില്ല, എവിടെ വേണമെങ്കിലും ഇരുന്നു. ഈശ്വര, എനിക്കിന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുകയാണ്. കോട്ട് ഇട്ടിട്ട് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകണേ. ഇരുന്നു. അല്ല, ഇരുന്നു. ഇനി പോവോ? അതൊന്നിങ്ങനെ. കുറച്ചാണ് അടുത്ത്. എന്നാൽ മാഡം ഫ്രണ്ടിൽ വന്നിരിക്കും. ഫ്രണ്ടിലിരുന്നു. ഓക്കെ, മാഡം വരും. ഓക്കെ, താങ്ക് യു. യു ആർ സോ നൈസ് കേട്ടോ. ഭയങ്കര ആവേശമുള്ള ആളുകളാണ് നമുക്ക് ആവേശം തരിക. മാഡം അവിടെ വന്നിരിക്കും. ഓക്കെ, താങ്ക് യു. നൈസ്. ഓൾ റൈറ്റ്. പറയും. മടി, പേടി, പിന്നെന്തൊക്കെയാ? ചെറിയ ഗ്യാപ്പൊന്നും. ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ. ചോദിച്ച് കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു റിജക്ഷൻ അതിന് പറയാം. നമ്മുടെ റിജക്ഷൻ. സാറേ, വലിയ ആളുകളാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ഒരു പ്രകടനം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആരെയും പരിഹസിക്കാനോ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ക്ലാസ്സിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം. ആരെയും ഡിസ്റെസ്പെക്റ്റ് ആക്കുന്നില്ല കേട്ടോ. ഞാനൊരു ജാമ്യം എടുക്കുകയാണ്. ഓക്കെ, ഐ റെസ്പെക്ട് യു ഓൾ. പിന്നെ ക്ലാസ്സിൻ്റെ ആവേശത്തിൽ ഇങ്ങനെ ഓരോന്ന് പറയണം. ഓക്കെ അല്ലേ? ഓക്കെ. കണ്ണൂരായതുകൊണ്ട് ഞാൻ അറിയാലോ. ഭാര്യ പറഞ്ഞിട്ടുണ്ട്, പോയ അതേ സൈസിലും വണ്ണത്തിലും തിരിച്ചു വരണം, ഒന്നും അവിടെ കൊടുത്തിട്ട് വരരുത് എന്ന് പറഞ്ഞു. എന്തേ കണ്ണൂരുകാരെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയണത്? അങ്ങനെയൊന്നുമില്ലല്ലോ. കണ്ണൂർ സ്നേഹമുള്ള, കാസർഗോഡുകാർ നല്ല ഭംഗിയുള്ള മനുഷ്യന്മാരാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഒന്ന് സൈഡാക്കി അവിടെ നിന്നിട്ടൊന്ന് നോക്കട്ടെ. കാസർഗോഡ് 8 ദിവസം അടുപ്പിച്ചൊരു പ്രോഗ്രാം എടുക്കാൻ പോയിട്ട് 7 ദിവസം ഈ ചിക്കനും മട്ടനും. അതന്നെ 8ാം ദിവസം ഞാൻ ചോദിച്ചു, ഒരു വെജിറ്റേറിയൻ കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഞെട്ടി. സാറേ, ബുദ്ധിമുട്ടിക്കല്ലേ, വെജിറ്റേറിയൻ വല്ല ഉടുപ്പി പോയി കഴിക്കേണ്ടി വരും. നല്ല മനുഷ്യന്മാരോ അവർ. ഒരു സംഘം. കാസർഗോഡ് നല്ല മീനൊക്കെ കിട്ടുന്ന സ്ഥലം അല്ലേ? കഞ്ഞിമീനും ഇല്ലേ? കഞ്ഞിഹട്ട്. അയ്യോ, എന്നെ മനസ്സിലായോ? ഞാനാണ് അവിടെ ക്ലാസ് എടുത്ത മനുഷ്യൻ. ആരാന്ന് നിങ്ങളെ എന്ത് നോക്കി അവിടെ ഇരുന്നിരുന്നത്? അതെ, കാണാറുണ്ടോ? വീഡിയോ കാണാറുണ്ടോ? സുഖല്ലേ? അയ്യോ, ഞാൻ ആ ഫ്രണ്ടിൽ കണ്ടു മടുത്തു. ഞാനിതൊക്കെ പറഞ്ഞു അവരോട് പറയണ്ട. ആ ഫ്രണ്ടിലെ ബോക്സ് ഓഫ് ചെയ്തിട്ടോ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അയ്യോ, നോക്കട്ടെ, അവസാനം വരെ ഒന്ന് പോട്ടെ. ഹായ്. കാസർഗോഡ് ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ നിങ്ങൾ? എന്താ അവസ്ഥ? ദേശീയപാതയൊക്കെ അങ്ങനെ ഉണ്ടോ അതോ പോയോ? അടിപൊളി സ്ഥലം. ഞാൻ വന്നിരുന്നു ഉപ്പളയിൽ ഗോൾഡ് കിങ് ജ്വല്ലറി. അവിടെ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി പോയി, കുറെ ക്ലാസ് മിസ്സായി പോയി. കുറെ കാര്യങ്ങളെ താമസിച്ചാണ് എത്തിയത്. അതല്ലേ? ഇതേതാ ഭാഷ? ഇത് നല്ല മലയാളമാണല്ലോ. ഇങ്ങനെയല്ലല്ലോ കാസർഗോഡ് പറയാ. ബോളുമാരല്ലോ.
എന്ത് നിങ്ങൾ എവിടെ കാസർഗോഡ് എവിടെ? നമ്മുടെ പിന്നെ കാവ്യ മാധവൻ കാസർഗോഡ് നീലേശ്വരം. അതെയാ, നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ നല്ല ഭംഗിയാണ് കാണാൻ. എല്ലാവരും കേട്ടോ. ഞാൻ പിന്നെ പാലക്കാടൊന്നുമില്ലല്ലോ ഇവിടെ. പാലക്കാടുകാർ അടിപൊളിയാണ്, ബിരിയാണിയിൽ സാമ്പാർ ഒഴിച്ച് കഴിക്കുന്ന ടീമാണ് പാലക്കാട്. ഓക്കെ. ഹായ്, ഗുഡ് ഈവനിങ്. ഇത്ര എന്റെ നേരം വൈകാൻ കാരണം ബസ്സിന് എന്തെങ്കിലും സംഭവിച്ചോ? ബ്ലോക്കായി. ഓക്കെ, പുറപ്പെടാൻ വൈകിപ്പോയി. അതെ, അതാണ് സത്യം അല്ലേ? പല കമ്പനിയിലെ ആളുകൾ എന്താ പറയാ, എന്റെ നേരം വൈകി ബസ് വന്നില്ല. അപ്പൊ തിരിച്ചു ചോദിക്കണം, അതിന് മുമ്പത്തെ ബസ് വന്നപ്പോ താൻ എവിടെ ആയിരുന്നു? ഞാൻ ആ സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നില്ല. അതാണ് സത്യം. ഓക്കെ, അപ്പൊ പറ, എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവും? നിങ്ങൾ പറ, എന്തൊക്കെ തടസ്സം ഉണ്ടാവും? ഇത്രയും നല്ല മൊഞ്ചന്മാരും മൊഞ്ചത്തിമാരെയും വിട്ടിട്ടാണ് ഞാൻ അവിടെ ഇങ്ങനെ. അവരോട് പറയണേ ഇങ്ങോട്ട് വാ. അല്ല, മട്ടൻ ബിരിയാണി ഇവിടെ വെച്ച് കഞ്ഞിയും പയറുമായിട്ട് ജീവിക്കാം. കണ്ടോ, എന്ത് നേരെ പോണ പരിപാടി തലതിരിക്കാം. കാസർഗോഡാ? നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവും കേട്ടോ. പറയും, നേരെ തിരിച്ചു വിടാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. മിഠായിയോ പറ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? അവിടെ എന്തൊക്കെ തടസ്സങ്ങളുണ്ടാവും എന്ന് പറഞ്ഞേ. പോസ്റ്റ്പോണ്ട്, പിന്നെ ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, നാളെ ചെയ്യാം, ഇന്നിപ്പോൾ ഒരു സുഖമില്ല. അത് ഈ നെഗറ്റീവ് റിജക്ഷൻ കിട്ടുന്നതിൻ്റെ പേടി കൊണ്ടാണ് ഇത് പറഞ്ഞത്. സുഖമില്ല. നന്നായി പാട്ട് പാടുന്നവരോടൊക്കെ പാട്ട് പാടാൻ ചോദിച്ചത്, ഒരു പാട്ട് പാടുക എന്നൊക്കെ പറയും. പേടി കൊണ്ടാണത്, ടെൻഷൻ. ഓക്കെ, റിജക്ഷൻ അത് ഗംഭീര പോയിന്റ്. പോസ്റ്റ്പോണ്ട് ചെയ്യാം, പിന്നെ ചെയ്യാന്നുള്ളത്. പിന്നെ എന്തൊക്കെയാ? നിങ്ങൾ നേരം വൈകി വന്നായിരുന്നു, എല്ലാവരും നല്ല വൃത്തിയിൽ ഫ്രഷ് ആയിട്ടിരിക്കുന്നു. പറയൂ, എന്തൊക്കെയാ തടസ്സം? എന്തൊക്കെയായിരിക്കും? കിട്ടുമെന്നുള്ളത്, റിജക്റ്റ് ചെയ്യുമെന്നുള്ളത്, പിന്നെ കാണാൻ പറ്റുമെന്നുള്ളത്, ഫോണ്. ഓക്കെ, പിന്നെ ഈഗോ. നമ്മളെത്തുന്നതിന് മുമ്പ് വേറെ ആൾക്കാർ വന്ന് ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നവരെ പോലെ അവിടെ നിന്ന് ഞാൻ പറയാം. ലോട്ടറി ടിക്കറ്റ് നമ്മളടുത്ത് തന്നെ എത്ര പ്രാവശ്യം ലോട്ടറി ടിക്കറ്റ് വന്നിട്ട് 5 കോടിയും 10 കോടിയും തന്നിട്ട് നമ്മളെന്താ പറയുക, അയാൾ വിഷമിച്ചിരിക്കണ കണ്ടിട്ടുണ്ടോ? അയാൾ അടുത്ത ആളടുത്ത് പോവും, വീണ്ടും പോവും. ഇതന്നെ ലോട്ടറി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ വിസിബിലിറ്റി അറ്റൻഷൻ കാണപ്പെടുക എന്നുള്ളൊരു സംഗതി. വിസിബിലിറ്റി, നിങ്ങൾക്ക് എല്ലാവർക്കും വിസിബിലിറ്റി കൂട്ടാൻ ഞാൻ ഒരു അവസരം തരേ. എടുക്ക്. കഴിഞ്ഞൂടാ, നമ്മുടെ സെൽഫി കഴിഞ്ഞ്. ഞാൻ ഈ പരിപാടി കഴിഞ്ഞ് അപ്പം പോയി, എനിക്ക് കൊച്ചിയിലെത്തണം. അപ്പം നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിക്കോ. ഞാൻ ബൈ ട്രെയിനാണ് പോകുന്നത്. വൈകുന്നേരം വരെ എടുത്തിട്ടേ. ഇതെന്താ, നിങ്ങൾ ശരിക്കും ഈ പരിപാടി കാണാൻ വന്നു തന്നെയല്ലേ? ഓക്കെ സാറേ. അവിടുന്നോ? അല്ല, ഇത് സെൽഫി ടൈം ആയിട്ടില്ല. ഓക്കെ, അല്ല ഇനി ടൈമൊന്നുമില്ല. ഇപ്പോഴുള്ള സെൽഫിയാണ് നമ്മുടെ സെൽഫി. നമുക്ക് ഗ്രൂപ്പായിട്ട് ഒരെണ്ണം എടുക്കാം. ഓക്കെ, പ്രിയപ്പെട്ടവരെ, ഇതാ നല്ലതാ. ഇനി പുറത്തുള്ള സെൽഫി ഇല്ല കേട്ടോ. ഓക്കെ, നമ്മുടെ ക്ലാസ്സിന്റെ ഇടയിലാണ്, ക്ലാസ് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, യെസ്. വൈഫിനെ അയച്ചോളൂ. ഓക്കെ. കുറെ വർഷമായിട്ടുള്ള ആഗ്രഹം. ഈ വീഡിയോ കട്ട് ചെയ്ത് എന്നെ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കണം. കുറെ വർഷമായിട്ടുള്ള അവളെ ആഗ്രഹം ഇതെങ്ങനെ ഡൈവോഴ്സ് ചെയ്ത് പോവാന്നാണ്. അതെ, ഓക്കെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ആ സെൽഫി നിർത്തിക്കോ. വരാം, നമുക്കിനി കാണാം. ഓക്കെ, സോറി. നമുക്ക് വിസിബിലിറ്റി കൂട്ടാനുള്ള ഒരവസരം. ക്ലാസ് കഴിഞ്ഞിട്ടില്ല. ഞാൻ അതിൻ്റെ ഇടയിൽ ഒന്ന് താഴെ അവിടെ പോയി വന്നാണ്. പുറകോട്ട് നോക്കി. നിങ്ങൾക്കൊക്കെ മോട്ടിവേഷൻ കൂടിയതിൻ്റെ കുഴപ്പമാണ്.
അല്ലാണ്ട് ഒരു ഒറ്റ ആൾക്ക് കുറഞ്ഞിട്ടില്ല. ആ ദേ എവിടെ ഉണ്ടല്ലോ, ആ പോയി, മൊത്തത്തിൽ പോയി. ഓക്കെ ആ ഓക്കെ സാറിന് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കണം. ആ ഓക്കെ ആ ഓക്കെ 5 സെക്കൻഡാ. ആ മതി, അവിടെ ഇരുന്നു. എല്ലാവരും സീറ്റിൽ തന്നെ ഇരുന്നോ, എല്ലാവരും സീറ്റിൽ തന്നെ ഇരുന്നോ. ഓക്കെ.